അടുത്തതായി ശങ്കര സ്തോത്രാമൃതത്തിൽ ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവപഞ്ചാക്ഷര നക്ഷത്രമാലികാ സ്തോത്രത്തിലെ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുന്നു സ്വാമി ചിദാനന്ദപുരി. ശങ്കര സ്തോത്രകൃതികളിൽ ശിവ പഞ്ചാക്ഷര നക്ഷത്രമാലികയിൽ നമ്മൾ 13ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. സർവമംഗളകുചാഗ്രശായിനേ നമഃ ശിവായ സർവദേവതാഗണാതിശായിനേ നമഃ ശിവായ പൂർവദേവനാശസംവിധായിനേ നമഃ ശിവായ സർവമന്മനോജഭംഗദായിനേ നമഃ ശിവായ. സർവമംഗളയുടെ, സർവർക്കും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവളായ പാർവതീദേവിയുടെ കുജാഗ്രശായി, കുജാഗ്രത്തിൽ, കുചം മുലയാണ്, അഗ്രത്തിൽ മാറിടത്തിൽ ശയിക്കുന്നവനായിക്കൊണ്ട് ശിവനായിക്കൊണ്ട് നമസ്കാരം. തുടർന്ന് സർവദേവതാഗണാതിശായിക്കായിക്കൊണ്ട് നമസ്കാരം. സർവദേവതാഗണങ്ങളെയും അതിശയിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ അതിശയിക്കുന്നവൻ, രണ്ടർത്ഥവും പറയാം. ഇപ്പോൾ സർവദേവതാഗണങ്ങൾ, ബ്രഹ്മാവ് മുതൽക്ക് ത്രിമൂർത്തികളാകട്ടെ, ഇനി ദേവേന്ദ്രനെ തുടർന്നുള്ളവരാകട്ടെ, അഗ്നി, വരുണൻ എന്ന് വേണ്ട സകല ദേവഗണങ്ങളും, ദേവഗണങ്ങളെല്ലാവരും പ്രകാശിപ്പിക്കുന്നവരാണ്, പ്രപഞ്ച വ്യവസ്ഥയെ നിലനിർത്തുന്നവരാണ്. അങ്ങനെയുള്ള സർവദേവതാഗണത്തെയും അതിശയിക്കുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവുമേറെ മഹിമയോടൊത്ത്. അപ്പോൾ മഹിമാ താരതമ്യം ചെയ്യുമ്പോൾ സകല ദേവഗണങ്ങളെക്കാളും ശ്രേഷ്ഠതയിൽ ഉയർന്നു നിൽക്കുന്നവനാണ് സർവദേവതാഗണാതിശായി. അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം. അല്ലെങ്കിൽ നമുക്കെന്ത് പറയാം? സർവദേവതാഗണങ്ങളെയും അതിശയിപ്പിക്കുന്നവനെന്ന് പറയാം. മാഹാത്മ്യത്താൽ, ഭക്താനുഗ്രഹകരമായ പ്രവൃത്തിയാൽ, മഹിമയാൽ. ഇനി എന്താണ് ഭഗവാന്റെ, ഈശ്വരൻ്റെ പാരമാർത്ഥിക സ്വരൂപമെന്ന തിരിച്ചറിവ് ലഭിക്കാതെ, ആദ്യന്തങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയാതെ, സ്വമഹിമയാൽ സർവദേവതാഗണങ്ങളെയും അതിശയിപ്പിക്കുന്നവനാരോ, ആശ്ചര്യപ്പെടുത്തുന്നവനാരോ, അവൻ സർവദേവതാഗണാതിശായിയാണ്. അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം. വളരെ വിചാരം ചെയ്യാൻ, അങ്ങേയറ്റ സൂക്ഷ്മമായി ചിന്തിക്കാൻ ഇട നൽകുന്ന ഒരു പദമാണിത്, ശ്രദ്ധിക്കുക. അതുപോലെ പൂർവദേവനാശ സംവിധായിനേ നമഃ ശിവായ, ഇതും രണ്ട് രീതിയിൽ അർത്ഥം പറയാം. പൂർവദേവന്മാരെന്ന് പറഞ്ഞാൽ ദൈത്യന്മാരാണ്, ദാനവന്മാർ, അസുരന്മാർ. അപ്പോൾ പൂർവദേവന്മാരുടെ നാശത്തിന് സംവിധാനം ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ അസുരന്മാരെ, ദൈത്യന്മാരെ നശിപ്പിക്കുന്നവൻ. ഇവിടെ ഒരു ചോദ്യം വരും, ദേവന്മാരും ദൈത്യന്മാരും ഒരുപോലെ പ്രപഞ്ചത്തിൽ വേണ്ടവരല്ലേ? അതെ. എന്നിരിക്കെ ദൈത്യന്മാരെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? മനസ്സിലാക്കേണ്ടത്, ദൈത്യരും സുരരും രണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ദൈത്യവൃത്തി ഒരു പരിധിയിൽ കവിയുമ്പോൾ, പ്രപഞ്ചത്തിൻ്റെ താളത്തിന് ഭംഗം വരുമ്പോൾ ഈശ്വരൻ ദൈത്യനാശകാരിയായിത്തീരുന്നു. അങ്ങനെ പൂർവദേവന്മാർക്ക്, ദൈത്യന്മാർക്ക് നാശം സംവിധാനം ചെയ്യുന്നവനാരോ എന്ന്. ഇനി മറ്റൊരർത്ഥം, ദേവന്മാരിൽ പൂർവൻ, ദേവന്മാരിൽ പൂർവനാണ് പൂർവദേവൻ. ബ്രഹ്മാ ദേവാനാം പ്രഥമഃ എന്ന് ശ്രുതിയുണ്ടല്ലോ. അപ്പം ആ നിലയ്ക്ക് പൂർവദേവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവാണ്. ആ ബ്രഹ്മാവിന് നാശം ചെയ്തവൻ എന്നർത്ഥം. ബ്രഹ്മാവിനെ പൂർണ്ണമായി നശിപ്പിച്ചില്ല, എങ്കിൽ തന്നെയും അസത്യം പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ട് ബ്രഹ്മാവിൻ്റെ ഒരു ശിരസ് പരമേശ്വരൻ കൊയ്തെടുത്തു, നുള്ളിയെടുത്തു. അങ്ങനെ അസത്യഭാഷണം ചെയ്തു എന്ന കാരണം കൊണ്ട് ബ്രഹ്മദേവൻ്റെ പോലും ശിരസിനെ ഛേദിച്ചവൻ, അതാണ് പരമേശ്വരൻ. അതുകൊണ്ട്
പൂർവദേവനാശ സംവിധായി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ നാശത്തെ സംവിധാനം ചെയ്തവൻ എന്നും അർത്ഥം വരും. തുടർന്ന് സർവമന്മനോജഭംഗദായിനേ നമ ശിവായ. മന്മനോജം, എൻ്റെ മനസ്സിൽ ജനിക്കുന്ന വിവിധങ്ങളായ വൃത്തികളാവാം. ഇനി മനോജൻ എന്ന് മാത്രം പറഞ്ഞാൽ കാമദേവൻ എന്നാണ് അർത്ഥം. മനസ്സിജൻ കാമദേവനാണ്, മനോജൻ കാമദേവൻ. മന്മനോജൻ, എൻ്റെ മനസ്സിൽ ജനിക്കുന്ന കാമനകൾ, ആഗ്രഹങ്ങൾ, അതിരറ്റ ആഗ്രഹങ്ങൾ. അങ്ങനെയുള്ള അതിരറ്റ ആഗ്രഹങ്ങളെ മുഴുവൻ സർവ മന്മനോജങ്ങളെയും ഭംഗം ചെയ്യുന്നവൻ, ഭംഗദായി, നശിപ്പിക്കുന്നവൻ. അപ്പം എൻ്റെ മനസ്സിലുണ്ടാവുന്ന വിവിധ വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി മനസ്സിന് ഏകാഗ്രതയെ പ്രദാനം ചെയ്യുന്നവൻ, അങ്ങനെയുള്ള ശിവനായിക്കൊണ്ട് നമസ്കാരം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.